നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോളിനെ കൂടുതൽ മികച്ച രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഫിഫ 3 മാറ്റങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നു. ആ ചേഞ്ചസ് കൂടി ഫുട്ബോളിലേക്ക് ആഡ് ചെയ്യുന്നതിന് വേണ്ടി അവർ കൺസിഡർ ചെയ്യുന്നു എന്ന റിപ്പോർട്ട് പുറത്തുവിടുന്നു ഡിആർഒ എഎസ്. നോക്കാം നമുക്ക് ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ. ഒന്ന്, ടൈം വേസ്റ്റിംഗ് കുറക്കണം. അതിനുവേണ്ടി ഗോൾ കീപ്പേഴ്സ് ക്യാൻ ഓൺലി ഹാവ് പൊസഷൻ ഫോർ 8 സെക്കൻഡ്സ്. ഗോൾ കീപ്പേഴ്സ് പന്ത് ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ 8 സെക്കൻഡ് മാത്രമേ ബോൾ പൊസിഷൻ വെക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം കൊണ്ടുവരാൻ ഫിഫ ആലോചിക്കുന്നു. നമുക്കറിയാം പല ഘട്ടങ്ങളിലും ഇപ്പോൾ അവരുടെ ടീം ലീഡ് ചെയ്യുകയാണെങ്കിൽ ഗോൾ കീപ്പേഴ്സ് ചെയ്യാറുള്ളത് നമുക്കറിയാം. ബോൾ അവരുടെ കയ്യിൽ കിട്ടിയാലും ഒന്ന് കുറച്ചധികം സമയം ഹോൾഡ് ചെയ്ത് വെച്ച് സമയം നഷ്ടപ്പെടുത്താനുള്ള ശ്രമം നടത്താറുണ്ട്. ഒരുപാട് ഓവറായി കഴിഞ്ഞാൽ റീസ്റ്റാർട്ട് ഒരുപാട് വൈകിപ്പിച്ചാൽ റഫറിമാർ യെല്ലോ കാർഡ് കൊടുക്കാറുമുണ്ട്. ഏതായാലും ഇപ്പം 8 സെക്കൻഡിലധികം ഗോൾ കീപ്പേഴ്സ് പന്ത് കൈവശം വെക്കുന്നത് തടയാനുള്ള ഒരു നീക്കത്തിലേക്ക് ഫിഫ കടന്നേക്കുമെന്ന സൂചന വരുന്നു. അതോടൊപ്പം തന്നെ റഫറിമാരോട് താരങ്ങൾ കയർക്കുന്നതും ചൂടാവുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അത് തടയുന്നതിന് വേണ്ടിയിട്ട് ഫിഫ ആലോചിക്കുന്നു. അത് ഓൾറെഡി ചിലയിടങ്ങളിലൊക്കെ അത് ഇംപ്ലിമെൻ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഓൺലി ദി ക്യാപ്റ്റൻ ക്യാൻ സ്പീക്ക് ടു ദി റഫറി ആൻഡ് ദി റഫറീസ് വെയർ ബോഡി ക്യാംസ് എന്നുള്ള കാര്യം കൂടി ഇപ്പം വരുന്നു. അതായത് നായകന് മാത്രമേ, ടീമിൻ്റെ ക്യാപ്റ്റന് മാത്രമേ റഫറിയുമായിട്ട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അതോടൊപ്പം തന്നെ റഫറീസ് ബോഡി ക്യാംസ് ധരിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചനയിലേക്ക് കൂടി ഫിഫ പോകുന്നു. മൂന്നാമത്തെ കാര്യം, വാർ റഫറീസ് വേണ്ട, മറിച്ച് ഓൺലി ക്യാമറാസ് ഫോർ ദി മെയിൻ റഫറീസ് ടു സീ. ഈ മെയിൻ റഫറിക്ക് കാര്യങ്ങൾ കാണാം. ഇതിപ്പം നമുക്കറിയാമല്ലോ, വാർ റൂമിലിരുന്ന് വാർ റഫറി പറയുന്നത് അനുസരിച്ച് പലപ്പോഴും തീരുമാനങ്ങളിലേക്ക് മെയിൻ റഫറി പോകാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെയിൻ റഫറിക്ക് തന്നെ കാര്യങ്ങൾ നേരിട്ട് അവൈലബിൾ ആവുന്ന രൂപത്തിൽ ക്യാമറാസ് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കൂടി ഫിഫ പരിഗണിക്കുന്നു. ഇതൊക്കെ നേരിട്ടങ്ങ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നല്ല, ഇത്തരത്തിലുള്ള ചേഞ്ചസിനെ കുറിച്ച്, കളിയെ എല്ലായ്പ്പോഴും കൂടുതൽ ബെറ്റർ ആക്കുന്നതിനെ കുറിച്ച് ഫിഫ ആലോചിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇത്തരം കാര്യങ്ങൾ പരിഗണിക്കുന്നു എന്നാണ് ഡിആർഒ എഎസിൻ്റെ റിപ്പോർട്ട്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.